മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുള്ള വനിതാ ഡോക്ടർമാർ അടക്കമുള്ളവർക്കും ജീവനക്കാർക്കും ശൗചാലയത്തിൽ പോകുന്നതിന് അടുത്തുള്ള കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ റൂമിൽ പോകേണ്ട ദുരവസ്ഥയാണ്. നിലവിൽ ഇവിടെ ചില സമയങ്ങളിൽ പുരുഷന്മാർ ആയിരിക്കും മുറിയിൽ ഉണ്ടാവുന്നത്. ഇത് വനിതാ ജീവനക്കാർക്ക് അസൗകര്യമാകുന്നു. ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്ക് വിശ്രമിക്കുന്നതിന് വിശ്രമമുറിയും ഇല്ലെന്നാണ് പറയുന്നത്. രാത്രി സമയങ്ങളിൽ 7:30 മുതൽ രാവിലെ 8 മണി വരെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന കാഷ്വാലിറ്റി ജീവനക്കാർക്ക് വിശ്രമ റൂമും ഇല്ലാത്തതിനാലാണ് വളരെ അധികം കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്നും ഇവയ്ക്കൊക്കെ ഉടൻ പരിഹാരം കാണണമെന്നും ദേശീയ പരിസ്ഥിതി മനുഷ്യാവകാശ സംഘടനയായ എൻഫ്രീ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിന്റെ ഒപിയിൽ ആയിരക്കണക്കിന് രോഗികളും കൂടെയുള്ളവരും വന്നു ചേരുന്നു. ഒ.പി നടക്കുന്ന ഹാളിലും ഡോക്ടർമാരുടെ പരിശോധന റൂമിലും ശുദ്ധവായു ലഭിക്കുന്നില്ല. 4 ഭാഗവും അടഞ്ഞു കിടക്കുന്നതിനാൽ സൂര്യപ്രകാശവും കിട്ടുന്നില്ല. ഒ.പിയുടെ മുൻവശം ഗ്ലാസ് കൊണ്ട് മറച്ചതിനാലാണ് പുറമേ നിന്നുള്ള വെളിച്ചവും വായുവും ലഭിക്കാത്തത്. ഈ ഭാഗങ്ങളിൽ നിന്ന് ഒ.പി കൗണ്ടർ മാറ്റി ശുദ്ധവായുവും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ ഒ.പി പ്രവർത്തിപ്പിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ എൻഫ്രീ ഭാരവാഹികളായ കെ.ടി. മുഹമ്മദ്, സി.ടി. രാജു, ഫസീല, സി. ബഷീർ, ചുങ്കത്ത് അലവി, അഷ്റഫ് കരിപ്പാളി, ജിജി ടീച്ചർ, നാസർ തെക്കുംപുറം, പ്രഭാകരൻ, ഉമാദേവി, മീരാബായ് എന്നിവർ ആവശ്യപ്പെടുന്നു. അതായത് അവിടെ ഇപ്പോൾ രോഗികളും ഡോക്ടർമാർക്കും കൂടുതൽ സെക്യൂരിറ്റി വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ PG ഡോക്ടർമാർ 18 15 ലേഡീസ് ഡോക്ടർമാരാണ്. ഇവർക്ക് സുരക്ഷിതമായ റൂമുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അവർ താമസിക്കുന്ന ഭാഗത്ത് സെക്യൂരിറ്റി ആയിട്ട് ആരുമില്ല. അവർ എപ്പോഴും രാത്രിയൊക്കെ പെട്ടെന്ന് വിളിച്ചു പോകുമ്പോൾ അവർ വാതിൽ തുറക്കുമ്പോൾ ആരാണ് എന്താണെന്നും അറിയാത്ത സ്ഥിതിയാണ്. പെട്ടെന്ന് വാതിലിൻ്റെ അടുത്തൊരു ജനലെങ്കിലും വെക്കുകയാണെങ്കിൽ അവർക്കൊരു ബെല്ലടിച്ചാൽ തുറക്കുമ്പോൾ ഇന്ന ആളാണെന്ന് അറിയാലോ, ആസ്പത്രിക്കാരാണെന്ന്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ഇവിടെ 7 മണി വരെയാണ്. എന്നാലും ഒരു 9 മണി വരെ രോഗികളെ കൂടെ പുരുഷന്മാരും ഉള്ളവരൊക്കെ നിൽക്കുന്നുണ്ട്. അതിന് കുറേ പേർക്ക് ചിലപ്പോൾ മൊബൈല് പൈസ ഒക്കെ നഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നീട് ഈ സർജറി കുട്ടികൾ അധികം വനിതാ ഡോക്ടർമാരാണ്. അപ്പോൾ അവരിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവരെ റൂമിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിൽ ചുരുങ്ങിയ ഒരു 400 മീറ്റർ 500 മീറ്ററോളം ഇവർ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം അവർക്ക് സ്ഥലത്തിലേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ ഈ ഭാഗത്ത് ലൈറ്റുകളില്ല, വലിയ പ്രകാശങ്ങളൊന്നുമില്ല. ഇരുട്ടത്താണ് അധിക കുട്ടികളും പോയിക്കൊണ്ടിരിക്കുക. ഈ ഭാഗത്ത് വൈദ്യുതിൻ്റെ പോസ്റ്റല, അതായത് ഇതിൻ്റെ മാത്രമേ ഉള്ളൂ. ചില ലൈറ്റുകളൊക്കെ കത്തും വൈദ്യുതി പോസ്റ്റിൻ്റെ മുകളിൽ. സുരക്ഷിതമായിട്ടുള്ള ഒരു ലൈറ്റോ കാര്യങ്ങളോ കിട്ടുന്നില്ല. പിന്നെ നായ്ക്കള ശല്യം, അത് രാത്രി പകലും കണ്ടമാനം ചുരുങ്ങിയ ഒരു 10-20 നായ്ക്കൂട്ടങ്ങളാണ്. ഇത് കണ്ടിട്ട് രോഗികളെ, ചെറിയ കുട്ടികളൊക്കെ കൂടെ ഓടുകയാണ്, വലിയവരെ കൂടി. അപ്പം ഇന്ന് തന്നെ ഒരാളെ കൂടെ ഒരു 10-15 നായ്ക്കൾ ഓടിയിട്ട് അയാൾ ഓടി ചെയ്തത്. പിന്നെ കല്ലെടുത്ത് വേറെ ആൾക്കാർ ഓടിച്ചപ്പോൾ നായ്ക്കൾ തിരിച്ചു പോയി. അങ്ങനെ ഒരു സ്ഥിതിയാണ്. രാത്രി ഈ ഭാഗങ്ങളിൽ ഒരു സുരക്ഷിത ഇല്ലാത്തൊരവസ്ഥയാണ് കുട്ടികൾക്കൊക്കെ. പിന്നീട് എന്താ ആസ്പത്രിയുടെ കാഷ്വാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു PG ഡോക്ടർമാരുടെ സേവനമില്ല. ഒക്കെ സർജറി കുട്ടികളായതുകൊണ്ട് പല സ്ഥലത്തുനിന്നും ദൂരത്തുനിന്നും മെഡിക്കൽ കോളേജിലേക്ക് വരും. മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുക. അവിടെ ഒരു രാത്രി നിർത്തിയാണ്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി വെയിറ്റിംഗ് ചെയ്താണ്ട് അവർ പറയും നിങ്ങൾ പോകുന്നിടത്തേക്ക് എന്ന് പോയിക്കോളി എന്ന് പറഞ്ഞാണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളെ വിടുന്നത്. അപ്പോൾ ഇത്രയും ആംബുലൻസ് വിളിച്ച് പോയുകൊണ്ട് അവർ പ്രൈവറ്റ് ആസ്പത്രിയെ സമീപിക്കുകയാണ് രോഗികൾ ചെയ്യുന്നത്. പിന്നീട് അത് ഒ പി നടക്കുന്നവർക്ക് ആയിരക്കണക്കിന് രോഗികളും അതിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും അവർക്കൊരു ശുദ്ധവായു കിട്ടാൻ സൗകര്യമില്ല. ഇത് ഞാൻ താലൂക്ക് സഭയിൽ ഒരു 4-5 വർഷം ഇപ്പോഴും പറയുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടേജ് അത് ഫാർമസിയാക്കി. ഈ ഫാർമസി ഉള്ളിടത്ത് മുഴുവൻ ഗ്ലാസ്സാണ്. ബാക്ക് ഭാഗം ഡോക്ടർമാരുടെ റൂമായതുകൊണ്ട് പ്രകാശം ഇങ്ങോട്ട് കിട്ടില്ല. ഒരു ഫാനിൻ്റെ ഇതിലാണ് ഇത്രയും രോഗികളും ഡോക്ടർമാരും അവിടെ ഒ പി ഭാഗത്ത് നിൽക്കുന്നത്. പിന്നീട് ഉള്ളത് എന്താണെന്നാ
ഒരു പഴയ ബ്ലോക്ക്, അതായത് നമ്മളെ പേവാർഡിൻ്റെ മുൻവശത്ത് ഒരു ഡോറ് വെക്കാൻ പലപ്പോഴും നമ്മൾ താലൂക്ക് സഭയിലും ഡോക്ടർമാരോടും പറഞ്ഞതാണ്. പ്രിൻസിപ്പാൾ അടക്കം പറഞ്ഞിട്ടും അവിടെ ഒരു ഡോറില്ല. അവിടെ രാത്രി സമയങ്ങളിൽ നായ്ക്കളൊക്കെ അങ്ങനെ പോകും. അത് കുട്ടികളെ വാർഡുകളും അങ്ങനെ പോയാൽ സ്ത്രീകളെ വാർഡിലേക്ക് വരെ പോകാം. അപ്പോൾ ഒരു സുരക്ഷിതമായ ഒരു വാതിൽ അവിടെ ഇല്ല, ഒരു വാതിലും ഇല്ല. അങ്ങനെ ഇതാണ് സ്ഥിതി. മലപ്പുറം ലൈവ് വോയിസ്, മഞ്ചേരി.